ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രതികാരം ചെയ്യുമെന്ന് വ്യക്തമാക്കി ഇറാൻ റവല്യൂഷണറി ഗാർഡ് രംഗത്ത് വന്നു. ഖമേനിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ലെന്നും ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഓപ്പറേഷൻ ഇനി ആരംഭിക്കാൻ പോവുകയാണെന്നും IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സിനാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മതപണ്ഡിതന്മാരാണ് ഈ സഭയിലുള്ളത്. നേതാവ് അന്തരിച്ചാൽ ഇവർ അടിയന്തരമായി യോഗം ചേരും. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പരിഗണിക്കുന്ന വ്യക്തിക്ക് മികച്ച ഇസ്ലാമിക് പാണ്ഡിത്യം, നീതിബോധവും ഭക്തിയും, ശരിയായ രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാട്, ധൈര്യം, ഭരണനിപുണത എന്നിവയുണ്ടായിരിക്കണം. അസംബ്ലി അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഒരാളെ പിന്തുണച്ചാൽ അദ്ദേഹത്തെ പുതിയ നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്യും. അതുവരെ താൽക്കാലിക സമിതി ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കും. എന്തായാലും ഖമേനിയുടെ മരണത്തോടെ ഇറാന്റെ ഭാവിയിൽ 3 പ്രധാന സാധ്യതകളാണ് നിരീക്ഷകർ കാണുന്നത്. അധികാര കൈമാറ്റവും ആഭ്യന്തര കലഹവുമാണ് അതിലൊന്ന്. ഖമേനി തന്റെ പിൻഗാമിയെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല. മകൻ മുജ്തബ ഖമേനിയോ അതോ മുതിർന്ന പണ്ഡിതന്മാരോ അധികാരം ഏറ്റെടുക്കും എന്നതിനെ ചൊല്ലി അസംബ്ലി ഓഫ് എക്സ്പേർട്സിനുള്ളിൽ കടുത്ത തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ അധികാര വടംവലി ഇറാന്റെ രാഷ്ട്രീയ സ്ഥിരതയെ തകർക്കും. ആയത്തുള്ള അലി ഖമേനിയുടെ മകൾ, മരുമകൻ, ചെറുമകൻ എന്നിവർ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത രാവിലെയാണ് പുറത്തുവന്നത്. ഖമേനിയും കൊല്ലപ്പെട്ടുവെന്ന് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഈ പുതിയ റിപ്പോർട്ട് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചത്. നേരത്തെ ഈ അവകാശവാദങ്ങൾ വെറും മനഃശാസ്ത്രപരമായ യുദ്ധം മാത്രമാണെന്ന് പറഞ്ഞ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞിരുന്നു. ഇറാൻ പരമോന്നത നേതാവിന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചത് ഇസ്രായേലിൽ നിന്നാണെന്നാണ് സൂചന. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളോ പെന്റഗണോ ഇത്തരമൊരു വിവരം പ്രസിഡന്റിന് കൈമാറിയതായി ഇതുവരെ സൂചനയില്ല. ഇസ്രായേൽ അധികൃതർ നേരത്തെ തന്നെ ഈ അവകാശവാദം ഉന്നയിച്ചിരുന്നതിനാൽ ട്രംപ് ഈ വിവരം ഇസ്രായേൽ സ്രോതസ്സുകൾക്കുള്ളിൽ നിന്ന് സ്ഥിരീകരിച്ചതാകാമെന്നാണ് കരുതപ്പെടുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഉറപ്പോടെ അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ്. നേരത്തെ മാധ്യമ അഭിമുഖങ്ങളിൽ ഇതേ കാര്യം സൂചിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ തയ്യാറാക്കിയ കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇത് പുറത്തുവിട്ടത്. എന്തായാലും പശ്ചിമേഷ്യ കത്തുകയാണ്. ഗൾഫ് മേഖലയിലടക്കം മിസൈൽ മഴയാണ്. ഇതിനിടെ തന്നെയാണ് അടുത്ത ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിർണായകമായ യോഗം ഉടനടി ചേരും. 88 പേരടങ്ങുന്ന ഒരു സഭയാകും ഈ ഒരു തീരുമാനത്തിൽ എത്തുക. മകനായ മുജ്തബയ്ക്കായിരിക്കും ഈ അധികാരം കൈമാറാൻ പോകുക എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്.